ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ എല്ലാവർക്കും ഒരു നല്ല വിഷുക്കാലം ആശംസിക്കുന്നു. അപ്പോൾ വിഷു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് കണിക്കൊന്നയും അതുപോലെ ഭഗവാന്റെ വിഗ്രഹവും ഒക്കെയാണ്. അപ്പോൾ ഭഗവാന്റെ മുമ്പിൽ കൊന്നപ്പൂ വയ്ക്കാതെ ഒരു വിഷു നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. അപ്പോൾ ഏത് നാട്ടിലിരുന്നാലും വിഷുവും ഓണവും നമുക്ക് പ്രിയം തന്നെയാണ്. അപ്പം ഏത് നാട്ടിലിരുന്നാലും ഏത് സ്ഥലത്തിരുന്നാലും നമ്മളൊരു ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹമോ ഒരു ഫോട്ടോയെ വെച്ച് അതിനു മുമ്പിൽ കണിക്കൊന്ന കിട്ടിയില്ലെങ്കിലും നമ്മൾ വിഷുക്കണി കാണും. എന്നാലും നാട്ടിലൊക്കെ ആകുമ്പോൾ കേരളത്തിൽ എല്ലാ സ്ഥലത്തും കൊന്നമരം ഇങ്ങനെ പൂത്തൊലഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ ഒരു വിഷുക്കാലത്ത് കാണുന്നത്. അപ്പോൾ ഈ സ്വർണ്ണ നിറത്തിലുള്ള ഈ വിഷുക്കൊന്ന അല്ലെങ്കിൽ കണിക്കൊന്ന, വിഷുക്കൊന്ന എന്നും കൂടെ അതിന് പേരുണ്ട്. അപ്പോൾ അത് കണ്ട് ഉണരുന്ന ഭക്തന് സർവ്വ ഐശ്വര്യങ്ങളും ഞാൻ നൽകുമെന്ന് ഭഗവാൻ നമ്മൾ ഒരു പ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കഥയുമുണ്ട്. അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിത്യവും തൊഴാൻ വരുന്ന ഒരു ഉണ്ണി ഉണ്ടായിരുന്നു. ആ ഉണ്ണിക്ക് ഭഗവാൻ നേരിട്ട് ദർശനം കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഉണ്ണി അമ്മയുടെയും അച്ഛൻ്റെയും കൂടെയാണ് എപ്പോഴും വരിക. അപ്പോൾ അങ്ങനെ വന്ന് ഭഗവാനെ കണ്ട് തൊഴുതു പോവും. അപ്പോൾ രാവിലെ നട അടച്ച് കഴിഞ്ഞാൽ, രാവിലത്തെ ഇതൊക്കെ കഴിഞ്ഞ് നട അടച്ച് കഴിഞ്ഞാൽ പിന്നെ ഗുരുവായൂരപ്പൻ ശ്രീകൃഷ്ണൻ ഉണ്ണിയോട് കൂടെയാണ് അത്ര കളിക്കുന്നത്. അങ്ങനെ അങ്ങനെ ഒരുപാട് കാലത്ത് ആ ഒരു ഭഗവാനുമായിട്ടുള്ള ഉണ്ണിയുടെ ആ ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഉണ്ണിയെ കാണുന്നതും ഒന്നും ആരും അറിഞ്ഞിട്ടില്ല. പക്ഷെ അപ്പോൾ ഒരു ദിവസം ഒരു ഭക്തൻ ഗുരുവായൂർ നടയിൽ ഭഗവാന് ഒരു നല്ല മാല സമർപ്പിച്ചു. അപ്പോൾ അത് ഭഗവാന്റെ വിഗ്രഹത്തിൽ ചാർത്തി. പിന്നെ അന്ന് രാവിലെ പൂജയൊക്കെ കഴിഞ്ഞ് നട അടച്ചതിന് ശേഷം ഭഗവാൻ ഈ മാലയും ഇട്ടാണ് അത്ര ഉണ്ണിയുടെ കൂടെ കളിക്കാൻ ഇറങ്ങിയത്. അങ്ങനെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ണി ചോദിച്ചു, എനിക്ക് ഈ മാല ഇഷ്ടമായി, തരാമോ എന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാൻ ഉണ്ണിക്ക് മാല സമ്മാനിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മാല കൊണ്ട് ഉണ്ണി വീട്ടിലേക്ക് പോയി. അപ്പോൾ വൈകുന്നേരം നട തുറന്നപ്പോൾ ഈ വിഗ്രഹത്തിൽ ഈ മാല കാണാനില്ല. അപ്പോൾ എല്ലാവരും ആകെ ബഹളമായി. അപ്പോൾ അന്വേഷണം അങ്ങനെ തുടർന്നപ്പോൾ ഈ മാതാപിതാക്കൾ കുട്ടിയുടെ കയ്യിലുള്ള ഈ മാലയുടെ കാര്യം അറിഞ്ഞു. അപ്പോൾ പറഞ്ഞു, അപ്പോൾ നമുക്കിത് കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് അവർ തിരിച്ച് അമ്പലത്തിൽ എത്തി. അങ്ങനെ മാല കൊടുത്തപ്പോൾ ഉണ്ണി വളരെ സങ്കടത്തോടു കൂടി പറഞ്ഞു, ഇത് ഞാൻ മോഷ്ടിച്ചതല്ല, ഇത് എനിക്ക് കണ്ണൻ തന്നതാണ് എന്ന് പറഞ്ഞു. ഗുരുവായൂരപ്പൻ എനിക്ക് തന്നതാണെന്ന് പറഞ്ഞു. പക്ഷെ ആരും വിശ്വസിച്ചില്ല. അങ്ങനെ ഈ കുട്ടി അമ്പലത്തിന് പുറത്ത് വന്ന് ഒരു മരത്തിൻ്റെ മുകളിലേക്ക് ഈ മാല വലിച്ചെറിഞ്ഞു എന്നാണ് പറയുന്നത്. എനിക്ക് ഈ സമ്മാനം വേണ്ട എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞു. അപ്പോൾ ആ മരം നിറയെ സ്വർണ്ണ നിറത്തിലുള്ള പൂക്കളായി മാറി. അതാണ് അത്ര വിഷു കൊന്നപ്പൂ. അപ്പോൾ ഈ കൊന്നപ്പൂക്കൾ, അപ്പോൾ ഭഗവാൻ ഉണ്ണിയോട് പറഞ്ഞു, ഈ കൊന്നപ്പൂക്കൾ കണി കണ്ട് ഉണരുന്നവർക്ക് ആ ഒരു എല്ലാ ഐശ്വര്യങ്ങളും ഞാൻ നൽകുന്നതാണ് എന്ന് ഭഗവാൻ പറഞ്ഞു അത്ര. അങ്ങനെ അതാണ് കൊന്നപ്പൂവിൻ്റെ ഒരു കഥ. അപ്പോൾ ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ വിഷു എന്ന് പറയുന്ന ആഘോഷം. വിഷുവും ഓണമൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ വിഷുക്കാലം എന്ന് പറയുമ്പോൾ ഒരു ചൂടുള്ള ഒരു സമയത്ത് പോലും ഒരു മരം വളരെ ഭംഗിയുള്ള പൂക്കൾ നിറച്ചുകൊണ്ട് പ്രകൃതിയിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റും. നമ്മളിങ്ങനെ ഒരു യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ ഈ വഴി നീളെ നമുക്ക് പല പല സ്ഥലങ്ങളിലായിട്ട് സ്വർണ്ണ നിറത്തിൽ ഉള്ള മരങ്ങൾ കാണാൻ പറ്റും. ആ ഇല പോലും നമുക്ക് കാണാൻ പറ്റില്ല. അത്രയ്ക്കും ആ കൊന്നപ്പൂ നിറഞ്ഞിരിക്കുന്ന മരങ്ങളാണ് നമ്മൾ കാണുക. അപ്പോൾ അത് ഒരു പ്രത്യേകതയാണ്. ആ ഒരു സമയത്ത് ചൂട് കൂടുന്ന സമയത്ത് വിരിയുന്നു എന്നുള്ള ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഇത് ഭഗവാന്റെ ഒരു അരഞ്ഞാണത്തെ സൂചിപ്പിക്കുന്നു എന്നും പറയുന്നുണ്ട്. ഭഗവാന്റെ അരഞ്ഞാണത്തിൻ്റെ പ്രതീകമാണ്
കൊന്നപ്പൂവ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ കൊന്നപ്പൂക്കൾ നമുക്ക് അതിൻ്റെ നിറം മഞ്ഞ നിറമാണ്. അപ്പോൾ ആ മഞ്ഞ എന്ന് പറയുമ്പോൾ ഒരു ഐശ്വര്യത്തിൻ്റെയും ഒരു സന്തോഷത്തിൻ്റെയും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചിൻ്റെയും ഒക്കെ ഒരു പ്രതീകമാണ്. അപ്പോൾ നമുക്ക് ഭഗവാൻ എല്ലാ ഐശ്വര്യവും എല്ലാ സമൃദ്ധിയും കൊണ്ടുതരും ഈ കണിക്കൊന്ന പൂക്കൾ, ഈ കൊന്നപ്പൂക്കൾ കണി കണ്ട് ഉണരുമ്പോൾ എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. വിശ്വാസം മാത്രമല്ല, അതൊരു സത്യവുമാണ്. നമ്മൾ പ്രകൃതിയിലൂടെയാണ് നമ്മൾ ഈ വിഷു പ്രകൃതിയിലൂടെ കണി കണ്ട് ഉണരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഭഗവാൻ പ്രകൃതിയായിട്ട്, ഭഗവാന്റെ എല്ലാ ലീലകളും പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ ഗോവർദ്ധന ഉദ്ധാരണം, ഗോവർദ്ധന പർവ്വതത്തെ ഭഗവാൻ കയ്യിൽ പിടിച്ചു കുടയാക്കി എന്നൊക്കെ പറയുന്ന അതെല്ലാം പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമ്മളെ ഭഗവാൻ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രകൃതിയായിട്ട് ഇണങ്ങി ജീവിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു ജീവിതം നമുക്കും നമ്മുടെ അടുത്ത തലമുറയ്ക്കും ഉണ്ടാവൂ എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മളൊരു സ്വാർത്ഥമായിട്ടുള്ള ഒരു ലോകത്താണ് ഇന്ന് ജീവിക്കുന്നത്. നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ അമിതമായ ഉപയോഗം, പിന്നെ അതുപോലെ നമ്മുടെ എന്താ പറയുക, കുളങ്ങളും ഒന്നും നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ ശരിക്കും പണ്ട് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ അത് നമ്മൾ സംരക്ഷിച്ച് നിർത്തിയിരുന്നെങ്കിൽ നമ്മുടെ അടുത്ത തലമുറ കുറച്ചുകൂടെ നല്ല രീതിയിൽ അവർക്ക് ജീവിക്കാൻ കഴിയും. പക്ഷേ ഇപ്പോൾ ചൂടൊക്കെ വളരെ കൂടുന്നതിന് കാരണം മരങ്ങളുടെ കുറവ്, അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് എന്നൊക്കെ പറയും. അതൊക്കെ എല്ലാം ഈ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് പറയുമ്പോൾ, നമ്മൾ ഈ വിഷു എന്ന് പറയുമ്പോൾ തന്നെ അത് പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട ഒരു ഉത്സവമാണ്. അതായത് നമ്മൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പൂക്കളും പഴങ്ങളും ഒക്കെ ശേഖരിക്കുന്നു. അതെല്ലാം നമ്മൾ ഭഗവാന്റെ വിഗ്രഹത്തിന് മുമ്പിൽ വയ്ക്കുന്നു. കുടുംബാംഗങ്ങളൊക്കെ കൂടി ചേർന്നാണ് അതിരാവിലെ കണി കാണുന്നത്. എല്ലാവർക്കും കൈനീട്ടം കൊടുക്കുന്നു, വിഷുക്കോടി കൊടുക്കുന്നു. അപ്പോൾ കൊടുക്കുക എന്നുള്ളൊരു സംസ്കാരം, എടുക്കുന്നതിനേക്കാളും കൂടുതൽ കൊടുക്കുക എന്നുള്ളൊരു സംസ്കാരം, അതാണ് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ടത്. അപ്പം നമുക്ക് ഈ പ്രകൃതിയിലേക്ക് നമുക്ക് ഒരുപാട് കൊടുക്കാൻ പറ്റും. അതായത് എങ്ങനെ കൊടുക്കുക എന്ന് പറയുമ്പോൾ, സംരക്ഷിച്ചുകൊണ്ട്, പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് നമ്മൾ പ്രകൃതിയിലേക്ക് തിരിച്ചു കൊടുക്കുകയും വേണം, നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കുകയും വേണം. അപ്പോൾ എടുക്കുന്നതിൽ കൂടുതൽ കൊടുക്കുക എന്നുള്ള ഒരു നമ്മൾ ചിന്മയ മിഷൻ്റെയൊക്കെ ഒരു പ്രതിജ്ഞ തന്നെ, ആ ഒരു വരികൾ അങ്ങനെയാണ് സ്വാമികൾ എഴുതി വച്ചിരിക്കുന്നത്. അതായത് എടുക്കുന്നതിൽ കൂടുതൽ കൊടുത്തും ആണ് നമ്മൾ ഈ പ്രകൃതിയോടുള്ള നമ്മുടെ ആ ഒരു പ്രതിബദ്ധത എന്ന് പറയുന്നത്. അത് നമുക്കൊരു കർത്തവ്യമുണ്ട്, നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് ഈ പ്രകൃതിയോട്. അത് നമുക്ക് നമ്മുടെ അടുത്ത തലമുറയ്ക്ക്, നമ്മുടെ കുട്ടികൾ നന്നായി വളരണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ആവുന്ന രീതിയിൽ ആവുന്നതെല്ലാം ചെയ്യണം. എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അതായത് ഓരോരുത്തരും എങ്ങനെയാണോ അവരവരുടെ കർമ്മ മേഖലയിൽ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും അറിവ് പകരുന്നവരാണെങ്കിൽ അത് ചെയ്യാം. പ്രകൃതിയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് അവർക്ക് ജോലി ചെയ്യാം. എന്ത് ചെയ്യുമ്പോഴും ആ ബാലൻസ്, പ്രകൃതിയുടെ ആ ഒരു ബാലൻസ്, അതിനെ നമ്മൾ തെറ്റിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. നമ്മുടെ അടുത്ത തലമുറയിൽ ഈ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അപ്പോൾ ഒരു വിഷുക്കൈ നീട്ടമായിരിക്കട്ടെ ഈ ഒരു കണിക്കൊന്നയുടെ ഒരു ചെറിയ ഒരു കഥ നിങ്ങൾക്കൊരു വിഷുക്കൈ നീട്ടമായിട്ട് ഞാൻ സമർപ്പിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല വിഷുക്കാലം ആശംസിക്കുന്നു. ഹരി ഓം. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. ഓം തത്സത്.